ഈ ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു 2 മില്ലിമീറ്റർ മോണയെ കാണാവും. പക്ഷെ ഈ ഗമ്മി സ്മൈൽ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉള്ളവർ ചിരിക്കുമ്പോൾ 2 മില്ലിമീറ്റർ മേലെ മോണ കാണുന്നു, അധികമായി കാണുന്നു. അപ്പോഴെന്താണ് പ്രശ്നം? ഇവര് ചിരിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ബ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ അതിനൊരു വൃത്തിയില്ലെന്ന് പറയും. മിക്ക പേഷ്യൻസും ഗമ്മി സ്മൈൽ ഉള്ളവർ ചിരിക്കാറില്ല. ചിരിക്കുമ്പോൾ ചിരി അമർത്തിപ്പിടിച്ചായിരിക്കും, അല്ലെങ്കിൽ ചുണ്ടു പൊങ്ങാത്ത രീതിയിലായിരിക്കും അവർ ചിരിക്കാൻ നോക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം, അവരുടെ മുന്നിലത്തെ പല്ല് അധികമായി മുന്നോട്ടായിരിക്കും. സോ ഇതൊരു ഒരു 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 പ്രോബ്ലം തന്നെയാണ് ഇവരിലുള്ളത്. ഗമ്മി സ്മൈൽ നമുക്ക് സർജറി മുഖേന കറക്റ്റ് ചെയ്യാവുന്നതാണ്. അനുജ എന്ന് പറഞ്ഞ ഈ ഒരു പേഷ്യന്റ് ഞങ്ങളെ സമീപിക്കുന്നത് ഗമ്മി സ്മൈൽ, അല്ലെങ്കിൽ എനിക്ക് അധികമായി മോണ കാണുന്നു, പ്ലസ് മേളത്തെ താടിയെല്ല് വളരെ മുന്നോട്ടാണ്. അത് കാരണം അവർക്ക് ചുണ്ട് കൂട്ടിമുട്ടാൻ പറ്റുന്നില്ല. ബ്രീത്തിങ് വാവഴിയാണ് കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത്. മുഖത്തിനൊരു സൗന്ദര്യമില്ല, വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, ഒരു പോസിറ്റീവ് എനർജി ഇല്ല. നമ്മൾ ഈ കേസ് ഏറ്റെടുത്തു. ഞങ്ങളെല്ലാം കേസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഒരു ഡിജിറ്റലി സിമുലേഷൻ സർജറി മുഖേന നമ്മൾ കമ്പ്യൂട്ടറിൽ ആ സർജറി ചെയ്തു. എങ്ങനായി വരും ഈ പേഷ്യന്റിന്റെ മുഖം സർജറിക്ക് ശേഷം നമുക്ക് പേഷ്യന്റിനെ കാണിച്ചു കൊടുത്തു. അവർ വളരെ ഹാപ്പി ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഗമ്മി സ്മൈൽ കറക്ഷൻ സർജറിക്ക് പ്രവേശിപ്പിച്ചത്. സർജറിക്ക് ശേഷം 3-ാമത്തെ ദിവസം വീട്ടിൽ പോയി, ഒരാഴ്ച റെസ്റ്റ്. അതിനുശേഷം ആ പേഷ്യന്റ് അവർ റൂട്ടീൻ വർക്കിലേക്ക് പ്രവേശിച്ചു. ഹൗ ഷി ഹാസ് ചേഞ്ച്ഡ്. ആ ഗമ്മി സ്മൈൽ പോയി, നോർമൽ ചിരികളായി, കോൺഫിഡൻസ് കൂടി. നൗ ഷീ ഈസ് വെരി ഫുൾ ഓഫ് എനർജി. സോ ഇതാണ് ഒരു ജോ സർജറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന റിസൾട്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളെ സമീപിക്കുക. We can change your life.